ഹലോ. കേരള നിയമസഭാ ഇലക്ഷൻ 2026 പ്രിസൈഡിംഗ് ഓഫീസർ തയ്യാറാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട രേഖകളിലൊന്നാണ് 17C. അതിന് പ്രധാനമായും 2 ഭാഗങ്ങളുണ്ട്. ആദ്യത്തേത് പാർട്ട് 1, അക്കൗണ്ട് ഓഫ് വോട്ട്സ് റെക്കോർഡഡ് അല്ലെങ്കിൽ വോട്ടേഴ്സ് അക്കൗണ്ട്. പാർട്ട് 2, റിസൾട്ട് ഓഫ് കൗണ്ടിംഗ്. ഇതിൽ പാർട്ട് 1 മാത്രമാണ് ഇപ്പോൾ പ്രിസൈഡിംഗ് ഓഫീസർ പൂരിപ്പിക്കേണ്ടത്. പാർട്ട് 2, റിസൾട്ട് ഓഫ് കൗണ്ടിംഗ് സൂപ്പർവൈസർ കൗണ്ടിംഗ് സമയത്ത്, വോട്ടെണ്ണൽ സമയത്ത് പൂരിപ്പിച്ച് നൽകേണ്ടതാണ്. എങ്ങനെയാണ് പാർട്ട് 1 17C ഫിൽ ചെയ്യുന്നത്, പൂരിപ്പിക്കുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഇതാണ് 17C, ഫോം 17C. ഇലക്ഷനുമായി ബന്ധപ്പെട്ട് പ്രിസൈഡിംഗ് ഓഫീസർ തയ്യാറാക്കുന്ന വിവിധ രേഖകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് 17C. എങ്ങനെയാണത് പൂരിപ്പിക്കുന്നത് നമുക്ക് നോക്കാം. ഇലക്ഷൻ ടു ദി ഹൗസ് ഓഫ് ദി പീപ്പിൾ, ലെജിസ്ലേറ്റീവ് അസംബ്ലി ഓഫ് ദി സ്റ്റേറ്റ് യൂണിയൻ ടെറിട്ടറി. അവിടെ ഡാഷ് എന്നുള്ളിടത്ത് നമ്മൾ സ്റ്റേറ്റ് കേരള, നമ്മൾ കേരള സ്റ്റേറ്റ് ആയതുകൊണ്ട് കേരള എന്ന് രേഖപ്പെടുത്തുക. ഫ്രം ഡാഷ് കോൺസ്റ്റിറ്റ്യുവൻസി എന്നുള്ളിടത്ത് അവിടെ നിയമസഭാ മണ്ഡലത്തിൻ്റെ പേരാണ് നിങ്ങൾ എഴുതേണ്ടത്. തൊട്ട് താഴെ നമ്പർ ആൻഡ് നെയിം ഓഫ് പോളിംഗ് സ്റ്റേഷൻ എന്നുള്ളിടത്ത് നിങ്ങളുടെ ഡ്യൂട്ടി ഉള്ള പോളിംഗ് സ്റ്റേഷൻ്റെ പേരും നമ്പറും അവിടെ തെറ്റാതെ രേഖപ്പെടുത്തുക. ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ഓഫ് വോട്ടിംഗ് മെഷീൻ, കൺട്രോൾ യൂണിറ്റിൻ്റെ നമ്പർ, ബാലറ്റ് യൂണിറ്റിൻ്റെ നമ്പർ, VVPAT നമ്പർ തെറ്റാതെ രേഖപ്പെടുത്തേണ്ടതാണ്. ഇനി ഒന്നാമത്തേത്, ഓരോന്നും എങ്ങനെയാണ് പൂരിപ്പിക്കുക എന്ന് വളരെ ശ്രദ്ധയോടുകൂടി എല്ലാ PROമാരും ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. നമ്പർ 1, ടോട്ടൽ നമ്പർ ഓഫ് എലക്ടേഴ്സ് അസൈൻഡ് ടു ദ പോളിംഗ് സ്റ്റേഷൻ. ആ പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്ര വോട്ടർമാരെയാണ് അസൈൻ ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ വോട്ടർ പട്ടിക നോക്കിയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മാർക്കഡ് കോപ്പി ഓഫ് ഇലക്ടർ റോൾ നോക്കിയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് എണ്ണം കിട്ടും. ആ എണ്ണം ടോട്ടൽ നമ്പറാണ് അവിടെ രേഖപ്പെടുത്തേണ്ടത്. രണ്ടാമത്, ടോട്ടൽ നമ്പർ ഓഫ് വോട്ട്സ് ആസ് എൻറ്റേർഡ് ഇൻ ദി രജിസ്റ്റർ ഓഫ് വോട്ട്സ്, ഫോം 17A രജിസ്റ്ററിൽ അഥവാ വോട്ടേഴ്സ് രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിട്ടുള്ള മൊത്തം എണ്ണം എത്രയാണ്. സെക്കൻഡ് പോളിംഗ് ഓഫീസറാണ് വോട്ടേഴ്സ് രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അവർ രേഖപ്പെടുത്തിയ അവസാനത്തെ നമ്പർ എത്രയാണ് എന്ന്, സീരിയൽ നമ്പർ, അതാണ് നിങ്ങളിവിടെ എഴുതേണ്ടത്. ഐറ്റം നമ്പർ 3, നമ്പർ ഓഫ് വോട്ട്സ് ഡിസൈഡഡ് നോട്ട് ടു റെക്കോർഡ് വോട്ട്സ് അണ്ടർ റൂൾ 49O പ്രകാരം അഥവാ റിഫ്യൂസ്ഡ് ടു വോട്ട് എത്ര എണ്ണം ഉണ്ടെങ്കിൽ അതെണ്ണമാണ് ഇവിടെ രേഖപ്പെടുത്തേണ്ടത്. അടുത്ത 4ാമത്തെ ഐറ്റം നമ്പർ 4, നമ്പർ ഓഫ് വോട്ട്സ് ആർ അലൗഡ് ടു വോട്ട് അണ്ടർ റൂൾ 49M എന്ന് പറഞ്ഞാൽ വോട്ടർ സീക്രസി, വോട്ടിങ്ങിൻ്റെ രഹസ്യ സ്വഭാവം വയലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും നടപടിക്രമങ്ങളുണ്ടെങ്കിൽ എത്ര എണ്ണം, അങ്ങനെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടെങ്കിൽ ആ എണ്ണമാണ് ഇവിടെ എഴുതേണ്ടത്. അഥവാ സീക്രസി ഓഫ് വോട്ടേഴ്സ് വയലേഷനാണ് ഇവിടെ എഴുതേണ്ടത്, അതിൻ്റെ നമ്പറാണ് എഴുതേണ്ടത്. അടുത്തത് ഐറ്റം നമ്പർ 5, ടെസ്റ്റ് വോട്ട്സ് റെക്കോർഡ് അണ്ടർ റൂൾ 49MA. ടെസ്റ്റ് വോട്ട് എത്ര എണ്ണം ഉണ്ട് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസാണ് താഴെ AB എന്ന് പറയുന്ന സെക്ഷനിൽ കൊടുക്കേണ്ടത്. ടെസ്റ്റ് വോട്ട്, ടോട്ടൽ നമ്പർ ഓഫ് ടെസ്റ്റ് വോട്ട് ഇവിടെ എഴുതണം. സീരിയൽ നമ്പർ, അതിൻ്റെ സീരിയൽ നമ്പർ എത്രയാണെന്നുള്ളത് കോമട്ട് എഴുതുക. അടുത്തത് കാൻഡിഡേറ്റ് ഫോർ ഹൂം ടെസ്റ്റ് വോട്ട്സ് ആർ കാസ്റ്റ്. ടെസ്റ്റ് വോട്ട് ഉണ്ടെങ്കിൽ ഏതെല്ലാം കാൻഡിഡേറ്റുകൾക്കാണ് ടെസ്റ്റ് വോട്ട് നടത്തിയത് എന്നുള്ളത് സീരിയൽ നമ്പർ എഴുതുക. അതിൻ്റെ കാൻഡിഡേറ്റിൻ്റെ പേര് എഴുതുക, എത്ര വോട്ടാണ് രേഖപ്പെടുത്തിയെന്നുള്ളത് എഴുതുക. അടുത്തത് 6ാമത്തത് വളരെ പ്രധാനപ്പെട്ട ഐറ്റമാണ് ടോട്ടൽ നമ്പർ ഓഫ് വോട്ട്സ് റെക്കോർഡ് ആസ് പെർ വോട്ടിംഗ് മെഷീൻ. വോട്ടിംഗ് മെഷീൻ രേഖപ്പെടുത്തിയത് പ്രകാരം എത്ര എണ്ണം വോട്ടുകളാണ് വോട്ടിംഗ് മെഷീനിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്, അതാണ് നിങ്ങളിവിടെ എഴുതേണ്ടത്. അടുത്ത ഐറ്റം നമ്പർ 7, വളരെ പ്രധാനപ്പെട്ട ഐറ്റമാണ് 17C ഫോമിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് 7ാമത്തെ ഐറ്റം. നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ടാലി ആയിട്ടുണ്ടോ എന്നുള്ളതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. whether the total number of votes as shown against item number 6 tallies എന്ന് തുടങ്ങിയിട്ടുള്ള ഈ സെൻറ്റൻസ് കംപ്ലീറ്റ് വായിച്ച് നോക്കുക. അവിടെ ഡിസ്ക്രിപ്പൻസി നോട്ടീസ്ഡ് എന്നെഴുതുക. സ്വാഭാവികമായിട്ടും സാധാരണഗതിയിൽ ടാലി ആയിരിക്കും, അപ്പോൾ അവിടെ എഴുതുക യെസ്, ഇറ്റ് ടാലീസ് എന്നെഴുതുക. ഇറ്റ് ടാലി അല്ലെങ്കിൽ നോ എന്നെഴുതുക. ടാലി ആവണം. അതിന് വേണ്ട കാര്യങ്ങളെല്ലാം പ്രിസൈഡിംഗ് ഓഫീസർമാരും മറ്റ് പോളിംഗ് ഓഫീസർമാരും ശ്രദ്ധിക്കേണ്ടതാണ്. ഇവിടെ ഐറ്റം നമ്പർ 7 എന്ന് പറയുന്നത് ഐറ്റം നമ്പർ 2 നിന്നും 3ഉം 4ഉം മൈനസ് ചെയ്ത നമ്പർ ആയിരിക്കണം ഇവിടെ എഴുതേണ്ടത്. അഥവാ ഐറ്റം നമ്പർ 2 17A രജിസ്റ്ററിലും അതോടൊപ്പം തന്നെ ഐറ്റം നമ്പർ 7 ലാസ്റ്റ് 17A രജിസ്റ്ററിലും
അതോടൊപ്പം തന്നെ വോട്ടിംഗ് മെഷീനിൽ രേഖപ്പെടുത്തിയ വോട്ടുകൾ ടാലി ആയിരിക്കണം, ഒരേ സംഖ്യ തന്നെ ആയിരിക്കണം, ഒരേ എണ്ണമായിരിക്കണം. അതാണ് ഇവിടെ എഴുതുന്നത്. അപ്പോൾ ടാലി ആയാൽ യെസ് ഇറ്റ് ടാലീസ് എന്ന് എഴുതുക. ഐറ്റം നമ്പർ 8, നമ്പർ ഓഫ് വേർഡ്സ് ടു ഹൂം ടെൻഡേർഡ് ബാലറ്റ് പേപ്പർ വേർ ഇഷ്യൂഡ് അണ്ടർ റൂൾ 49P. അതായത് ടെൻഡേർഡ് ബാലറ്റ് പേപ്പർ ഏതെങ്കിലും ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ എത്ര എണ്ണം കൊടുത്തിട്ടുണ്ട് അതാണ് ഇവിടെ എഴുതേണ്ടത്. പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ എഴുതണം. എത്ര ടെൻഡേർഡ് ബാലറ്റ് പേപ്പറാണ് നമ്മൾ പിന്നെ കളക്ഷൻ സെൻറ്ററിൽ നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ളത്, പിന്നെ നമുക്ക് ലഭ്യമായിട്ടുള്ളത്, എത്ര എണ്ണം നമ്മൾ വോട്ടർക്ക് ഇഷ്യൂ ചെയ്ത് കൊടുത്തു, എത്ര എണ്ണം ബാക്കിയുണ്ട്, തിരിച്ചു വാങ്ങിയത് എത്രയാണെന്നുള്ളതിൻ്റെ എണ്ണം കൃത്യമായിട്ട് അവിടെ രേഖപ്പെടുത്തണം. അടുത്തത് ഐറ്റം നമ്പർ 10, വളരെയധികം ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഭാഗമാണ് അക്കൗണ്ട് ഓഫ് പേപ്പർ സീൽ. പേപ്പർ സീൽ അക്കൗണ്ടുകളുടെ എണ്ണം കൃത്യമായിട്ട്, പ്രത്യേകിച്ച് ഇവിടെ പറയുന്നത് ഗ്രീൻ പേപ്പർ സീലാണ്. അപ്പോൾ പേപ്പർ സീൽ അക്കൗണ്ടുകളുടെ പേപ്പർ സീൽ എത്ര എണ്ണമാണ് നമുക്ക് ഇലക്ഷൻ കമ്മീഷൻ നൽകിയിട്ടുള്ളത്, അതിൻ്റെ എണ്ണം ഇവിടെ എഴുതണം. അതിൻ്റെ സീരിയൽ നമ്പർ, അതിൻ്റെ ഫ്രം സീരിയൽ നമ്പർ, ഇന്ന സീരിയൽ നമ്പർ മുതൽ ഇന്ന സീരിയൽ നമ്പർ വരെ എന്നുള്ളത് അവിടെ രേഖപ്പെടുത്തുക. അടുത്ത പേപ്പർ സീൽ യൂസ്ഡ്, എത്ര പേപ്പർ സീൽ തന്നിട്ടുണ്ട്, അത് കഴിഞ്ഞതിന് ശേഷം എത്ര ഉപയോഗിച്ചിട്ടുണ്ട്, ഉപയോഗിച്ച പേപ്പർ സീലുകളുടെ എണ്ണമാണ് ഇവിടെ എഴുതേണ്ടത്. അടുത്തത് ഐറ്റം നമ്പർ 3, അൺയൂസ്ഡ് പേപ്പർ സീൽ റിട്ടേൺഡ് ടു റിട്ടേണിംഗ് ഓഫീസർ. റിട്ടേണിംഗ് ഓഫീസർക്ക് തിരിച്ച് നമ്മൾ ഉപയോഗിക്കാത്ത സീരിയൽ നമ്പർ, ബാക്കിയുള്ള സീരിയൽ നമ്പർ എത്ര ഉണ്ട് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ എഴുതണം. അടുത്ത ഐറ്റം നമ്പർ 4, ഡാമേജ്ഡ് പേപ്പർ സീൽ ഇഫ് എനി. ഏതെങ്കിലും പേപ്പർ സീലുകൾ നമുക്ക് തന്നത് നമ്മൾ ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും കംപ്ലയിൻറ്റുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസാണ് അവിടെ എഴുതേണ്ടത്. ഇതാണ് പിന്നെ അക്കൗണ്ട് ഓഫ് പേപ്പർ സീൽ. അതിൻ്റെ വലത് ഭാഗത്ത് സിഗ്നേച്ചർ ഓഫ് പോളിംഗ് ഏജൻറ്റ്സ് ഉണ്ട്, അത് ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ പോളിംഗ് ഏജൻറ്റ് ആ സമയത്ത് അവിടെ സന്നിഹിതരായിട്ടുള്ള പോളിംഗ് ഏജൻറ്റുമാർ ആരൊക്കെയാണ്, അവരുടെ എല്ലാവരുടെയും ഒപ്പ് ഇവിടെ വാങ്ങണം. 1, 2, 3, താഴെ 4, 5, 6 പേരുടെ ഒപ്പിടാനുള്ള സ്പേസ് ഇവിടെ ഉണ്ട്. എത്ര ആളാണ് അവിടെ നിങ്ങളുടെ മുന്നിലുള്ളത് അവർ കൃത്യമായിട്ട് ഇവിടെ ഒപ്പ് വയ്ക്കേണ്ടതാണ്. അതിൻ്റെ തൊട്ട് താഴെ പ്രിസൈഡിംഗ് ഓഫീസർ, സിഗ്നേച്ചർ ഓഫ് പ്രിസൈഡിംഗ് ഓഫീസർ ഒപ്പുവെക്കുക. പോളിംഗ് സ്റ്റേഷൻ്റെ നമ്പർ തെറ്റാതെ രേഖപ്പെടുത്തുക. ഇടതുഭാഗത്ത് ഡേറ്റ്, എന്നാണ് ഇലക്ഷൻ നടക്കുന്നത്, ആ ഡേറ്റാണ് സ്വാഭാവികമായിട്ട് ഇവിടെ എഴുതേണ്ടത്. പ്ലേസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എവിടെയാണ്, ഏത് ബൂത്തിലാണ് നിങ്ങൾക്ക് ഡ്യൂട്ടി ഉള്ളത്, പ്രിസൈഡിംഗ് ഓഫീസർക്ക് ഡ്യൂട്ടി ഉള്ളത്, ആ ബൂത്തിൻ്റെ സ്ഥലം ആണ് അവിടെ എഴുതേണ്ടത്. അടുത്തതായിട്ട് പാർട്ട് 2 ആണ് റിസൾട്ട് ഓഫ് കൗണ്ടിങ്. അത് നമുക്ക് പ്രിസൈഡിംഗ് ഓഫീസർ ഇപ്പോൾ തയ്യാറാക്കാനുള്ളതല്ല, അത് കൗണ്ടിങ് സൂപ്പർവൈസർ കൗണ്ടിങ് സമയത്ത് പൂരിപ്പിച്ച് ഒപ്പുവെക്കേണ്ട രേഖയാണ്. ഏതായാലും ഈ ഇലക്ഷനിൽ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് 17C. ആ 17C വളരെ ശ്രദ്ധയോടുകൂടി തന്നെ കൃത്യമായിട്ട് പൂരിപ്പിക്കേണ്ടതാണ്. ഇലക്ഷന് കഴിഞ്ഞാൽ പിന്നീട് കൗണ്ടിങ് സെഷനിലേക്ക് പോകുന്ന ഒരു പ്രധാനപ്പെട്ട പേപ്പറാണ് 17C. ആയതുകൊണ്ട് അത് വളരെയധികം ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യണമെന്ന് എല്ലാ പ്രിസൈഡിംഗ് ഓഫീസറോടും ഓർമ്മപ്പെടുത്തുന്നു. ഓക്കെ, താങ്ക് യു.